ഷീബ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിനി തൊട്ടടുത്ത് വരാൻ പോകുന്ന അല്ലെങ്കിൽ അടുത്ത മലയാള പരീക്ഷ എന്ന് പറയുന്നത് +2 മലയാളം പരീക്ഷയാണ്. അപ്പോൾ +2-ലെ ചാപ്റ്റേഴ്സ് എല്ലാം ടീച്ചർ പഠിപ്പിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് എല്ലാം വിശദമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റിവിഷൻ വീഡിയോയും പല പാഠങ്ങളുടെയും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാഠഭാഗങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുക. ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെ പാഠഭാഗങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. നമുക്കിന്ന് ഒന്നാമത്തെ യൂണിറ്റിലെ പ്രധാന ചോദ്യങ്ങളൊന്ന് നോക്കിപ്പോകാം. ഫസ്റ്റ് യൂണിറ്റ് +2-ൻ്റെത് എഴുത്തകം എന്ന യൂണിറ്റാണ്. അതിലെ ഇൻട്രഡക്ഷൻ പാർട്ട് ECG സുദർശനന്റെ ഒരു ചെറിയ അദ്ദേഹത്തിന്റെ കുറച്ച് ആശയങ്ങളാണ്. അപ്പൊ മാതൃഭാഷാ പഠനം എന്ന് പറഞ്ഞാൽ ജീവിത പഠനം കൂടിയാണ് എന്നാണ് അദ്ദേഹം ഇതിനകത്ത് വെളിപ്പെടുത്തുന്നത്. അപ്പൊ ഇതിൽ ചോദ്യങ്ങളായിട്ട് വരാവുന്നത് പറയുന്നുണ്ട്. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പഠനം അതായിരിക്കാം, അതായത് ലളിതമായ മലയാള പഠനം, മാതൃഭാഷ പഠനമായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പഠനം. പറയുന്നു, ഫിസിക്സിലെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് എന്നെ പ്രചോദിപ്പിച്ചത് അദ്ദേഹത്തിന്റെ മലയാളം മാഷിന്റെ ക്ലാസ്സുകളായിരുന്നു. അപ്പോൾ ഫിസിക്സ് മലയാളത്തിലാണോ പഠിക്കേണ്ടത് എന്നൊരു ചോദ്യം വരാം. അതുപോലെ മലയാളത്തിൽ എന്നതുപോലെ ഫിസിക്സിന് പല അർത്ഥങ്ങളുള്ള പോലെ ഫിസിക്സിലും ഒരു കാര്യത്തിന് തന്നെ അനേകം തലങ്ങൾ ഉണ്ട്. ഇപ്പൊ സർഗാത്മകമായ കണ്ടെത്തലുകൾക്ക് പ്രചോദനം മാതൃഭാഷയാണോ എന്നൊരു ചോദ്യത്തിനകത്ത് വരാം. അപ്പൊ മലയാളം ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയ അറിവാണ് അദ്ദേഹം പറയുന്നു, എനിക്ക് പദച്ഛേദം, പദാർത്ഥം, വാച്യാർത്ഥം, ധ്വനിഭാവം ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുമ്പോൾ അതിന് പല തലങ്ങളുണ്ട്. ആ ഒരു അറിവായിരിക്കാം ഫിസിക്സിലെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് എന്നെ നയിച്ചത്. അപ്പോൾ ഒരു വ്യക്തിയുടെ സർവ്വതോന്മുഖമായ വികാസത്തിന് മാതൃഭാഷാ പഠനം അനിവാര്യമാണെന്നാണ് ECG സുദർശനൻ എന്ന ലേഖകൻ, സയന്റിസ്റ്റ്, അദ്ദേഹം നമ്മോട് പറയുന്നത്. ഇത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം അതിനകത്തുനിന്ന് പ്രതീക്ഷിക്കാം. കണ്ണാടി കാൺമോളവും എന്ന എഴുത്തച്ഛന്റെ കൃതിയിലെ ഭാഗമാണ്. എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ട് സംഭവപർവത്തിലെ ഒരു ഭാഗമാണ് കണ്ണാടി കാൺമോളവും. അപ്പോൾ എഴുത്തച്ഛൻ സാധാരണ എഴുതുന്ന കൃതികളേക്കാൾ ഇവിടെ ദുഷ്യന്തൻ എന്ന രാജാവിനെ ചോദ്യം ചെയ്യുന്ന ശകുന്തളയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശകുന്തള പറയുന്ന ഒരു വാക്യമുണ്ട്, അതായത് സത്യധർമാദി വെടിയുന്ന പുരുഷനെ ക്രുദ്ധനാം പാമ്പിനേക്കാൾ പേടിക്കണം. അപ്പൊ ഇവിടെ നമ്മളത് ശ്രദ്ധിക്കേണ്ട എന്താണ്, ദുഷ്യന്തൻ സത്യവും ധർമ്മവും മുറുകെ പിടിക്കുന്നയാളല്ല. അതുകൊണ്ട് ദുഷ്യന്തനെ എങ്ങനെ പേടിക്കണം? സർപ്പത്തേക്കാൾ പേടിക്കണം. സത്യവും ധർമ്മവും വെടിഞ്ഞാണ് അയാള് ആരോട് പെരുമാറിയത്? ശകുന്തളയോട് പെരുമാറിയത്. അപ്പൊ പുരുഷന്മാർ ഇങ്ങനെയുള്ള ക്രുദ്ധരായ സർപ്പങ്ങളെ പോലെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പോയിന്റ്സുകൾ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് അതായത് തന്നെ തള്ളിക്കളഞ്ഞ ദുഷ്യന്തനോട് ഉള്ള വിഷമം പറയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് മേരുവും കടുകും തമ്മിലുള്ള അന്തരമുണ്ട് നമ്മൾ തമ്മിൽ. നിങ്ങൾക്ക് എൻ്റെ വിശേഷതകൾ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇത്രയും കളിയാക്കുന്നത്. അപ്പൊ ഇതിന്റെ പശ്ചാത്തലമൊക്കെ അറിയാമല്ലോ. ദുഷ്യന്തനെ കാണാൻ കൊട്ടാരത്തിലേക്ക് ചെന്ന ശകുന്തളയെ നിന്ദിക്കുന്ന ദുഷ്യന്തനുള്ള മറുപടിയാണ്. അപ്പൊ പറയുന്നു, ഞാനൊരു പർവ്വതവും മേരുവും നിങ്ങളൊരു കടുകും മാത്രമാണ്, അത്രയ്ക്ക് വ്യത്യാസമുണ്ട് നമ്മൾ തമ്മിൽ എന്ന് പറയുന്നു. അതായത് എനിക്ക് ഭൂമിയിലും അന്തരീക്ഷത്തിലും ഒക്കെ എനിക്കിങ്ങനെ സഞ്ചരിക്കാൻ കഴിയും, താങ്കൾക്ക് അങ്ങനെയുള്ള പ്രത്യേകതകളൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിന്നുടെ ജന്മത്തേക്കാൾ എത്രയോ ശ്രേഷ്ഠം എന്നുടെ ജന്മം എന്ന് നമ്മളവിടെ പറയുന്നു. അപ്പൊ എന്തൊക്കെയാണ് നിന്നുടെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠം എന്നുടെ ജന്മം എന്ന് പറയുന്നതിന് നമ്മൾ എന്തൊക്കെ വാദങ്ങളാണ് നിരത്തുന്നത്? നിനക്ക് മന്നിടത്തിൽ മാത്രമേ, ഭൂമിയിൽ മാത്രമേ സഞ്ചരിക്കാൻ പറ്റൂ, എനിക്ക് മേദിനിയിൽ ഭൂമിയിൽ സഞ്ചരിക്കാൻ, അന്തരീക്ഷത്തിലും പറന്ന് നടക്കാം. അപ്പൊ തന്റെ ജന്മം ശ്രേഷ്ഠമെന്ന് വാദിക്കുന്ന ശകുന്തളയുടെ വാദങ്ങൾ എന്താണെന്നൊരു ചോദ്യം വരാം. പിന്നെ അതുപോലെ നല്ലവനായിരിക്കാൻ കണ്ണാടി കാണുമ്പോളവും നമ്മുടെ മുഖം ഏറ്റവും നന്നെന്ന് നിരൂപിക്കുന്നവരാണ്, ചിന്തിക്കുന്നവരാണ്. ആരാണ്? വിരൂപന്മാർ, മുഖം ഭംഗിയില്ലാത്തവർ. മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റം പറഞ്ഞിടും തന്നുടെ കുറ്റമൊന്നും അവരറിയില്ല. മറ്റുള്ളവരെ കുറിച്ച് അവർ കുറ്റം പറയും, വിരൂപന്മാർ അല്ലെങ്കിൽ അറിവില്ലാത്തവർ. പക്ഷേ അവരുടെ കുറ്റം അവർ തിരിച്ചറിയുകയില്ല. അത് ഏതുപോലെയാണ്? മത്തേഫം പാംസുസ്നാനം കൊണ്ടാണ് സന്തോഷിക്കുന്നത്. എത്ര നല്ല വെള്ളത്തിൽ കുളിപ്പിച്ചാലും ആനയ്ക്ക് പൊടി മണ്ണ് തലയിലേക്ക് ഇടുന്നതാണ് സന്തോഷം. അപ്പൊ ഇത് രണ്ടും തമ്മിൽ താരതമ്യപ്പെടുത്താനായി ചോദിക്കാം. ഇനി നല്ലനായി ഇരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും, വെള്ളത്തെ വെടിഞ്ഞ് പാല് അന്നം എന്നതുപോലെ. വെള്ളവും പാലും കൂടെ ചേർത്ത ഒരു ദ്രാവകം അരയന്നത്തിന് വെച്ചു കൊടുത്താൽ അത് വെള്ളം മാറ്റി പാല് മാത്രം കുടിക്കും എന്നാണ് ഐതിഹ്യം. അപ്പൊ ഇവിടെ നല്ലനായി ഇരിപ്പവൻ, അതായത് നല്ല സ്വഭാവമുള്ളവൻ
എന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നല്ലനായി ഇരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും. നല്ല സ്വഭാവമുള്ള ആള് നല്ലതേ ഗ്രഹിക്കും. അപ്പോ പാലും വെള്ളവും ചേർത്ത് വച്ച് അനേരത്തിന് വെച്ചു കൊടുത്താൽ അത് പാല് മാത്രം കുടിക്കുന്ന പോലെ നന്മയും തിന്മയും കേട്ടാൽ നല്ല വ്യക്തിയാണെങ്കിൽ നല്ലത് മാത്രമേ ഗ്രഹിക്കൂ. അപ്പൊ ഇവിടെ ദയാബായിയുടെ ഒരു അനുഭവം കൊടുത്തിട്ടുണ്ട്. ദയാബായിയുടെ ആത്മകഥയുടെ ഒരു ഭാഗം, പച്ചവിരലാണ് ദയാബായിയുടെ അനുഭവ കഥ, ആത്മകഥ. അപ്പൊ അതിലൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. കണ്ണാടി കാണുമ്പോളവും തന്നുടെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കുന്നു വിരൂപന്മാർ. അതും ഈ വരികളുടെ ആശയത്തെ അടിസ്ഥാനമാക്കി റേഡിയോ പ്രക്ഷേപണത്തിനായിട്ട് ഒരു സുഭാഷിതം രചിക്കുക. ഒരു ആശയം ഉൾക്കൊള്ളുന്ന ഒരു കാര്യം രചിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇതിലെ ഒരു ചോദ്യം, നല്ലനായി ഇരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും. ഈ വരിയിൽ പ്രതിഫലിക്കുന്ന ആശയം സാമൂഹ്യ പ്രവർത്തക ദയാബായിയുടെ ജീവിതാനുഭവമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുക. അതായത് പച്ചവിരൽ ദയാബായിയുടെ ആത്മകഥയാണ്, മലയാളിയാണ് ദയാബായി. ദുരിതം അനുഭവിക്കുന്നതിനെ സഹായിക്കുന്നതിൽ അവർക്ക് വളരെയധികം പങ്കുണ്ട്. പക്ഷെ അവരുടെ വേഷഭൂഷാദികൾ സമൂഹത്തിൽ യാതൊരു വിലയും ഇല്ലാത്തവരായിട്ട് പലപ്പോഴും അവരെ മാറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഈ ഒരു മനുഷ്യന്റെ ജീവിതാനുഭവങ്ങൾ അല്ലെങ്കിൽ ജീവിതാനുഭവം സാമൂഹ്യ പ്രവർത്തക എന്നുള്ള നിലയിൽ അവരുടെ ജീവിതാനുഭവമായിട്ട് ബന്ധപ്പെടുത്തി ഈ ഒരു ആശയത്തെ വിശദമാക്കാനുള്ള ചോദ്യം ഉണ്ടാകും. പിന്നെ ഇതിലെ എഴുത്തച്ഛന്റെ ഭാഷയെക്കുറിച്ച് പറയുന്നുണ്ട്. പാട്ടും മണിപ്രവാളവും കലർന്നാണല്ലോ എഴുത്തച്ഛന്റെ ഭാഷ. സംസ്കൃതവും തമിഴും ഇടകലർന്ന് പ്രയോഗിക്കുന്ന രീതി. പിന്നെ ധാരാളം ഉപമകളിലൂടെ ആണ് മനുഷ്യരുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വാക്യം ഇതിനകത്ത്, ഇവിടെ പരപ്രതയാണെന്ന് പറയുന്നുണ്ട്. അതായത് കോകില നാരി, കോകിലം കുയില് മുട്ടയിടുന്നത് കാക്കയുടെ കൂട്ടിലാണ്, അതുപോലെയാണ് നീ. അപ്പൊ അതുകൊണ്ട് അവളെ പരാമർശിക്കുന്നത് പെൺകുയിൽ എന്നുള്ള രീതിയിലാണ്, പരപ്രത പെൺകുയിൽ. അപ്പൊ നിനക്ക് വളർത്തു ദോഷം ഉണ്ടാവും, നീ അച്ഛനമ്മമാർ വളർത്തിയവളല്ല എന്ന് അവളെ അധിക്ഷേപിക്കുന്നുണ്ട്. അതിനുള്ള മറുപടിയാണ് ശകുന്തള നൽകുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് വരാവുന്ന ചോദ്യങ്ങളാണ്, ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഒരു പാഠം, കുമാരനാശാന്റെ സീത അറിയാലോ, ചിന്താവിഷ്ടയിലെ സീതയാണ് ആദ്യമായിട്ട് രാമനെതിരെ പ്രതികരിക്കുന്ന പെൺകഥാപാത്രം. അതുപോലെ ഇവിടെ ശകുന്തളയെ എഴുത്തച്ഛൻ ദുഷ്യന്തൻ എന്ന രാജാവിനെതിരെ പ്രതികരിപ്പിക്കുകയാണ്. അപ്പൊ ഇവര് തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങൾ കണ്ടെത്തി കുറിപ്പെഴുതുക എന്നൊരു ചോദ്യം വരാം. ശകുന്തളയുടെ വാക്കുകൾ ഇവിടെ സൂചിപ്പിക്കുമ്പോൾ കടുകുമണി മാത്രമുള്ള ദോഷം നമ്മൾ കാണുന്നവരാണ്, മറ്റുള്ളവരിൽ കാണുന്നവരാണ് നമ്മൾ. അതുപോലെ കണ്ണാടി കാണുമ്പോളം നമ്മുടെ മുഖം ഏറ്റവും നന്നെന്നാണ് വിരൂപന്മാർ, ഭംഗിയില്ലാത്തവർ ചിന്തിക്കുന്നത്. പിന്നെ മത്തേഭം, പാംസ് സ്നാനം ചെയ്യുന്നതാണ്, ചെളി കൊണ്ട് കുളിക്കുന്നതാണ് എന്നെ ഏറ്റവും, മണ്ണിൽ കുളിക്കുന്നതാണ് എന്നെ ഏറ്റവും ഇഷ്ടം. ഇങ്ങനെയൊക്കെയുള്ള ലോകോക്തികൾ. അതുപോലെ എങ്ങനെയുള്ള പുരുഷൻ, സത്യവും ധർമ്മവും വെടിഞ്ഞ പുരുഷനെ സർപ്പത്തേക്കാൾ പേടിക്കണം, ഇങ്ങനെയുള്ള ലോകോക്തികൾ അതിനകത്ത് ധാരാളം വരുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇതിനകത്ത് ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകത്തിലെ വരികൾ കൊടുത്തിട്ടുണ്ട്. ദൈവമേ കാത്തുകൊള്ളുക കൈവിടാതെ ഞങ്ങളെ, നാവികൻ നീ അബ്ദിക്ക്, അല്ലെ, ഞങ്ങള് കപ്പലിലാണെങ്കിൽ നീയാണ് നാവികൻ, കപ്പിത്താൻ, നീയാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ നാവികൻ. അന്നം വസ്ത്രം ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്ന് രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുക തമ്പുരാനെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് അതിന്റെ ആശയം ചോദിക്കുക. ഒരു പ്രത്യേകത എന്താണ്? അതൊരു പ്രത്യേക മതത്തിലെ ദൈവത്തെ പറഞ്ഞുകൊണ്ടല്ല, ദൈവമേ എന്നാണ്. അപ്പൊ ആർക്ക് വേണമെങ്കിലും ഈ പ്രാർത്ഥന ഗീതം ഉപയോഗിക്കാം. അന്ന് രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുക. അപ്പോൾ അത് എന്നെ മാത്രം രക്ഷിക്കണമെന്നല്ല, ഈ ലോകം മുഴുവനുള്ള ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണം. അതായത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഗുരുവിന്റെ ഈ പ്രാർത്ഥനയുടെ പിന്നിൽ. അപ്പോൾ റേഡിയോ സുഭാഷിതം എന്ന ചോദ്യം നിങ്ങൾക്കുണ്ടാവുകയാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഗുണകരമായ കാര്യങ്ങൾ വളരെ വിശദമായി, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, വളരെ നന്നായി ലളിതമായ വാക്കുകളിൽ ജീവിതത്തിന് ഗുണകരമായ കാര്യങ്ങൾ, ചിന്താവിഷയം പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് അവതരിപ്പിക്കുന്നതാണ് സുഭാഷിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പ്രകാശം ജലം പോലെയാണ് എന്നുള്ള പാഠമാണ് എടുത്തത്. 1982 നൊബേൽ സമ്മാനം നേടിയതാണ് ഈ കൃതി. ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനാണ് അദ്ദേഹം. അപ്പൊ ഇതിനകത്ത് മാജിക്കൽ റിയലിസം ആണ്, മാന്ത്രികതയും യാഥാർത്ഥ്യവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ചെറുകഥയാണ് നമുക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ ടോട്ടോയും ജോവലുമാണ്. അവരുടെ കഥാപാത്ര നിരൂപണം ചോദിക്കാം. അവരുടെ ജന്മനാട് കാഡ്ജിനയാണ്. അപ്പൊ അവര് മാഡ്രിഡിലേക്ക് അവര് വരേണ്ടി വന്നു, അവിടെ താമസിക്കുന്നു. അപ്പൊ അവിടെ വിരസമാണ്.
അപ്പൊ കാഡ്ജിനയാണെങ്കിൽ തുറമുഖ നഗരമാണ്. അപ്പൊ എപ്പോഴും അവർക്ക് വെള്ളവും വള്ളവുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുള്ളതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അവരൊരു ഫ്ലാറ്റിലാണ്. അപ്പൊ അവരുടെ ഭാവന കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, പ്രകാശത്തെ ജലം പോലെ ഉപയോഗിക്കുകയാണ്. അപ്പൊ ഇത് പറഞ്ഞല്ലോ, മാജിക്കൽ റിയലിസം ആയതുകൊണ്ട് സത്യമാണോ മിഥ്യയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പം മുതിർന്നവര് എങ്ങനെയാണ് ഇതിനകത്ത് പെരുമാറുന്നത്? മാതാപിതാക്കൾ കുട്ടികളുടെ ഭാവന ലോകവുമായിട്ട് ഇണങ്ങിച്ചേരുകയാണ്. അപ്പൊ അവർക്ക് കടവും ധാരാളം പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനിടയിൽ കുട്ടികളെ നന്നായി അവർ സംരക്ഷിക്കുകയും കുട്ടികൾ പഠനത്തിൽ മിടുക്ക് കാണിക്കുമ്പോൾ അതിന് സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ എല്ലാ ബുധനാഴ്ച സിനിമ കാണാൻ അവർ പോകുമ്പോഴാണ് ഇവിടെ കുട്ടികൾ പ്രകാശം ജലം പോലെയായി അതിൽ തുഴയുന്നത്. അപ്പൊ ഭാവനയിലൂടെ, അവരുടെ സങ്കല്പത്തിലൂടെ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഭാഗ്യങ്ങൾ അവർ തിരിച്ചു പിടിക്കുകയാണ് ടോട്ടോയും ജോവലും. അപ്പൊ മാജിക്കൽ റിയലിസം എന്ത് എന്നൊരു ചോദ്യം ഉണ്ടാവാം. മാന്ത്രികതയുടെയും യാഥാർത്ഥ്യത്തിന്റെയും സങ്കലനമാണ് മാജിക്കൽ റിയലിസം. എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് മിഥ്യ, എന്താണ് സത്യം എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ത്തിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് ഈ മാജിക്കൽ റിയലിസം വരുമ്പോൾ കഥാപരിസരം യഥാർത്ഥമാണ്, പക്ഷെ അതിലുണ്ടാകുന്ന പല കഥാസന്ദർഭങ്ങളും മാജിക്കൽ റിയലിസത്തിലുള്ളതാണ്. അപ്പൊ അത് കഥാപാത്രങ്ങളെ നമ്മൾ വായനക്കാരന് ആകെ ഒരു വിഭ്രമ അവസ്ഥ ഉണ്ടാകുന്ന രീതിയിലാണ് ഇത് എഴുതപ്പെടുന്നത്. അപ്പൊ ഇവിടെ 2 മാർക്ക് ചോദ്യങ്ങളില് കാഡ്ജിനെ ഇന്ത്യാസിന്റെ പ്രത്യേകത, അവരുടെ കാഡ്ജിനയിലെ വീടിന്റെ പ്രത്യേകതയുണ്ട്. ആ വീടിനൊരു മുറ്റവും ഉൾക്കടലിനോട് ചേർന്ന് ബോട്ടുകൾ അടുപ്പിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. കൂടാതെ 2 വലിയ വള്ളങ്ങൾ വയ്ക്കാവുന്ന ഷെഡ്. അതാണ് അവരുടെ കാഡ്ജിനയിലെ വീടിന്റെ പ്രത്യേകത. അതൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻസിന് നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഇതിലെ 2 മാർക്ക് ചോദ്യങ്ങളില് കുട്ടികളുടെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് ചോദിക്കാവുന്നതാണ്. അച്ഛനമ്മമാരുടെ സ്വഭാവ സവിശേഷതകൾ ചോദിക്കാം. കാഡ്ജിന, ഇന്ത്യാസ്, മാഡ്രിഡ് എന്നീ നഗരങ്ങൾ 2 സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അപ്പൊ നേരത്തെ കാഡ്ജിനയുടെ പ്രത്യേകത പറഞ്ഞു. മാഡ്രിഡ് ആണെങ്കിൽ യൂറോപ്യൻ പരിഷ്കൃത നഗരത്തിൽ ഇതൊന്നുമല്ല, അതായത് ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയമാണ് അവർ താമസിക്കുന്ന സ്ഥലം. അപ്പൊ അത് 2 പ്രത്യേകതമാക്കണം. പിന്നെ കുട്ടികളുടെ സ്വഭാവത്തെ കുറിച്ച് അച്ഛനമ്മമാരുടെ നിരീക്ഷണം എന്താണ് എന്നൊരു ചോദ്യം വരും. അപ്പൊ ഭാവനയും യാഥാർത്ഥ്യവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന രചനാ രീതിയാണ് മാജിക്കൽ റിയലിസം എന്നുള്ളത്. അപ്പോൾ ശാസ്ത്രത്തിന്റെ മുന്നിൽ നടക്കാനാവാത്ത കാര്യങ്ങൾ ഭാവന കൊണ്ട്, അതൊരു ഭാവനയുടെ മാന്ത്രികതയിൽ അത് വളരും എന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ മാഡ്രിഡ് നഗരമാണ് അവരുടെ ഭാവനയും, അപ്പോൾ അവരുടെ കാഡ്ജിനയാണ് അവരുടെ ഭാവനയും. അപ്പൊ അവര് താമസിക്കുന്ന മാഡ്രിഡിനെ അവർ കാഡ്ജിനയാക്കിയാണ് വള്ളം തുഴഞ്ഞു നടക്കുന്നതായിട്ട് ചിന്തിക്കുന്നത്. പ്രകാശത്തിൽ തുഴഞ്ഞു നടക്കുന്ന ഒരു കുട്ടികളെയാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അപ്പൊ ഇതിന്റെയും വിശദമായ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. തൊട്ടടുത്ത് അപ്പം ഇതിലെ ഈ പാഠഭാഗത്തിന്റെ പുറകിൽ തന്നെ മാജിക്കൽ റിയലിസത്തിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് പഠിക്കണം. തൊട്ടടുത്ത പാഠം കിരാതവൃത്തമാണ്. കടമ്മനിട്ട രാമകൃഷ്ണന്റെ കിരാതവൃത്തം എന്ന പാഠമാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പാഠഭാഗമാണ്. കാട്ടാളൻ പ്രാകൃതനാണ്, അല്ലെ? ഇപ്പൊ ഇവിടെ പാമൊഴി വഴക്കത്തിന്റെ കവിയാണ് കടമ്മനിട്ട. നാട്ടാളന്മാർ ചെന്ന് നശിപ്പിക്കുന്ന കാടിനെ കുറിച്ച് കരയുന്ന കാട്ടാളനെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ പടയണിയിലെ ഭൈരവിക്കോലം ആണ് ഈ ഒരു പടയണിയും തെയ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിന്റെ ബേസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കടമ്മനിട്ടയെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ തനത് കലാരൂപങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കവിതകൾ നൽകിയ വ്യക്തിയാണ് അദ്ദേഹം. പടയണിക്കോലങ്ങളുടെ രൂപങ്ങളും ഭാവങ്ങളും നാടോടി സംസ്കാരശീലങ്ങളും പടയണി താളമൊക്കെ അദ്ദേഹം കവിതയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നീറായ വനത്തിന്റെ നടുവിൽ, കത്തി എരിഞ്ഞ വനത്തിന്റെ നടുവിൽ നിൽക്കുന്ന കാട്ടാളന്റെ ഭാവങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ ആകാശത്ത് ചത്തു കിടക്കുന്ന അച്ഛൻ, കാർമേഘം വന്നു കിടക്കുന്നു പക്ഷെ മഴയില്ല. മലയോരത്ത് അമ്മ ഇരുന്ന് ദഹിപ്പത് കണ്ട് കലങ്ങി, തീ കൊണ്ട് കത്തിച്ചാമ്പലാവുന്ന മലയോരങ്ങൾ. ഇതിന്റെയൊക്കെ പ്രയോഗങ്ങളുടെ സാധ്യതകളെ കുറിച്ച് ചോദിക്കുന്ന, നശിപ്പിക്കുകയാണ് നാട്ടുകാർ ചെന്ന് കാനനങ്ങളെ നശിപ്പിക്കുന്നത്. അപ്പൊ നെഞ്ചത്ത് പന്തം കുത്തിയാണ് കാട്ടാളൻ നിൽക്കുന്നത്. ഇതിനകത്ത് ധാരാളം ബിംബങ്ങളുണ്ട്. അതായത് ഇതുപോലെ നെഞ്ചത്ത് പന്തം കുത്തി നിൽക്കുന്ന കാട്ടാളൻ, കണയേറ്റ കരിമ്പുലി പോലെ, ഉരുൾ പൊട്ടിയ മാമല പോലെ, കണയേറ്റ അമ്പേറ്റ കരിമ്പുലി പോലെയാണ് ഈ കാട്ടാളൻ, ഉരുൾ പൊട്ടിയ മഹാമല പോലെയാണ് ഈ കാട്ടാളൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് അയാളുടെ
രൗദ്രഭാവത്തെ സൂചിപ്പിക്കുന്നതാണ്. ആരാണ്? കാട്ടാളന്റെ. കരിമേഘം ചത്തുകിടക്കും കാഗോള കടലോ മാനം, അണുബോംബിന്റെയും അന്തരീക്ഷ മലിനീകരണത്തിന്റെയൊക്കെ വിഷപ്പുകയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ നാട്ടുകാളർ ചെന്ന് കാട്ടിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്ന ആളുകളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രതിനിധിയാണ് ഇവിടുത്തെ കാട്ടാളൻ. അപ്പൊ ഈ ഒരു കവിത നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒരു ഉപന്യാസം ഇതിന് 6 മാർക്കിനോ 8 മാർക്കിനോ ചോദിക്കും. അപ്പൊ നീറായ വനം, ചാട്ടുളിയായ കനൽവിളി, അലകടലിന്റെ വേര് പറിക്കൽ, ഇങ്ങനെയൊക്കെയുള്ള ബിംബങ്ങളെ കുറിച്ചുള്ള ഉള്ളിലെ തീവ്ര ദുഃഖം സൂചിപ്പിക്കുന്ന കാവ്യബിംബങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. എവിടെ പോയി എന്റെ ദിനങ്ങൾ, എവിടെ പോയി എന്റെ കിടങ്ങൾ എന്ന കാട്ടാളരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ആര് തന്നെയാണ്? നാട്ടാളന്മാർ തന്നെയാണ്. പടയണിയെക്കുറിച്ചും ഇതിന്റെ പാരഗ്രാഫ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കണം. കാവ്യബിംബങ്ങൾ, നാടോടി സംസ്കാരത്തിൽ പടയണി എന്ന അനുഷ്ഠാന കലാരൂപത്തിന്റെ അടിത്തറയിലാണ് ഇതിലെ കാവ്യം കെട്ടി ഉയർത്തിയിരിക്കുന്നത് എന്നൊരു ചോദ്യമാണ്. അതിന്റെ ഉത്തരം ഈ പാഠഭാഗം നല്ലപോലെ അതിന്റെ ആശയം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെ അത് വായിച്ച് മനസ്സിലാക്കുക. തൊട്ടടുത്തത് അവകാശങ്ങളുടെ പ്രശ്നം എന്ന പി പത്മരാജന്റെ ചെറുകഥയാണ്. അപ്പൊ ഇവിടെ വേരുകൾ തേടിപ്പോകുന്ന ദിവാകരനാണ് ഇതിലെ കഥാപാത്രം. അപ്പോൾ കുട്ടികൾ ഇതിനകത്ത് 6ഉം 7ഉം വയസ്സുള്ളവരാണ് ഇതിലെ കുട്ടികൾ. അപ്പൊ ഇതിനകത്ത് പരസ്യങ്ങളുടെ ആധിക്യമുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഉൽപ്പന്നങ്ങളുടെ ആധിക്യം. നമ്മളൊരു കടയിൽ പോയാൽ തന്നെ ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഇതിലേത് വാങ്ങണം എന്നുള്ളത് നമുക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അതാണ് ഇന്നത്തെ ഉപഭോഗ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ശല്യം. അപ്പൊ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചറിവൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യന്റെ പ്രതീകമാണ് ഇതിലെ ദിവാകരൻ എന്ന് നമുക്ക് പറയാം. വിപണിയുടെ മായക്കാഴ്ചകൾ എങ്ങനെയാണ് മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്നത്? അപ്പൊ ആ ഒരു പ്രലോഭനം ഈ ഒരു കഥയിൽ കാണിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാകും. അപ്പൊ ഇതും ഭവാത്മകമാണ് കഥ. അതായത് ഇതിലെയും സത്യമേത് മിഥ്യ ഏതോ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആസ്വാദകന് അല്ലെങ്കിൽ വായനക്കാരന് വായനയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കഥകളാണ് ഇത്തരത്തിലുള്ള കഥകൾ. അപ്പൊ ഇവിടെ വായനക്കാരനിൽ ഈ കഥ ഒരു വിഭ്രമമാണ് ഉണ്ടാക്കുന്നത്. അയാള് മരിച്ചവരുടെ ഛായാചിത്രങ്ങൾ തിരയുകയാണ് ആയിരക്കണക്കിന് പടങ്ങളുടെ ഇടയിൽ നിന്ന്. അവസാനം രാത്രിയിൽ അന്വേഷണം ഒടുങ്ങുകയാണ്. അതായത് ദിവാകരൻ സൂര്യൻ എന്നുള്ള പേരുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. അത് ഒടുക്കത്തിന്റെ അല്ലെങ്കിൽ മരണത്തിന്റെ ഒരു സൂചനയായിട്ട് പറയുന്നുണ്ട്. അപ്പൊ വിപണിയുടെ തന്ത്രം എന്ന് പറഞ്ഞാൽ, സൂത്രം എന്ന് പറഞ്ഞാൽ, നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പിക്കുക. നമ്മൾ ചിന്തിച്ചു പോകുന്ന സാധനം അല്ലെങ്കിൽ അതുണ്ട്, അല്ലെങ്കിൽ അതാണ് ഇതെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുകയാണ് അവരുടെ രീതി. അപ്പൊ രാത്രിയും പകലും നമ്മെ ഒരുപോലെ വിഭ്രമിപ്പിക്കുന്നവരാണ് കച്ചവടക്കാർ. മരണം, ഭ്രമാത്മകത എന്നീ പ്രശ്നങ്ങളാണ് ഈ കഥയിലെ ഫോട്ടോ എന്ന വസ്തുവിനെ ദിവാകരൻ, കുട്ടികൾ എന്ന കഥാപാത്രങ്ങൾ സ്വീകരിക്കുന്ന രീതിയിലല്ല കച്ചവടക്കാർ സമീപിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ യാഥാർത്ഥ്യവും അയഥാർത്ഥ്യത്തിന്റെയും അതിരുകൾ മാഞ്ഞു പോകുന്ന അതിന്റെ ദൃശ്യം മാർക്കസിന്റെ പ്രകാശം ജലം പോലെയാണെന്ന കഥയിലുണ്ട്. ആ ഒരു അനുഭവം പത്മരാജന്റെ അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയിലും. ഇതിനെ നമുക്കൊരു മരണാസന്നനായ ഒരു വ്യക്തിയായിരിക്കാം ഇയാൾ, ഈ ദിവാകരൻ. അയാൾക്ക് അയാളുടെ മാതാപിതാക്കളോട് അവരെ നേരാവണ്ണം നന്നായി നോക്കാൻ കഴിയാത്തതിന്റെ ഒരു മാനസിക വിഷമമോ ഒരു കുറ്റബോധമോ അയാളിൽ ഉണ്ടായിരുന്നിരിക്കാം. അപ്പൊ ഇതേ അവസ്ഥ തനിക്കും ഉണ്ടാകാം എന്നൊരു തിരിച്ചറിവായിരിക്കാം, ആ ഒരു കുറ്റബോധമായിരിക്കാം അയാളുടെ ഉള്ളിൽ നിലനിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഉപഭോഗ സംസ്കാരം, കച്ചവട സംസ്കാരം നമ്മളിൽ ഉണ്ടാക്കുന്ന അമ്പരപ്പ്, നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അസ്തിത്വബോധം, നാം ആരാണെന്നുള്ളൊരു ചിന്ത, നമുക്ക് ആരുണ്ടെന്നൊരു ചിന്ത, ഇങ്ങനെയുള്ള ഒരുപാട് ഭ്രമാത്മകമായ കാര്യങ്ങൾ കൂട്ടിയിണക്കിയതാണ് ഈ കഥ എന്ന് നമുക്ക് പറയാം. വിപണിയുടെ പ്രലോഭനമായിട്ട് ഇതിനകത്ത് പറയുന്നത് വെളിച്ചമാണ്. കാരണം ഓരോ കടകൾ പിന്നിടുന്തോറും വെളിച്ചത്തിന്റെ പിന്നിലാണ് ഈ സാധനങ്ങൾ ഇയാൾ കാണുന്നത്, ഈ ചിത്രങ്ങൾ. അപ്പൊ അതൊരു ഭ്രമാത്മകത അയാളിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ പ്രലോഭനങ്ങളാണ് അവകാശങ്ങളുടെ പ്രശ്നം എന്നുള്ള ഒരു കഥയിൽ കടന്നു വരുന്നത്. അപ്പൊ കഥയിൽ ഉടനീളം ഭ്രമാത്മകമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കഥ നമുക്ക് തരുന്ന സന്ദേശം. അപ്പൊ 1ാമത്തെ യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഈ 1ാമത്തെ യൂണിറ്റ് പാഠങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണുക, ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ ഈ പാഠങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് നോട്ട്സ്, അതായത് സൈഡിൽ അല്ലെങ്കിൽ പാഠഭാഗത്തിന്റെ വശങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ട്സ് എഴുതി പോവുക. അത് അങ്ങനെ വരികയാണെങ്കിൽ ഓരോ പാഠവും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുകയും അതുപോലെ പരീക്ഷയ്ക്ക് എഴുതാനും കഴിയും. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശിവ ടീച്ചർ.